അനുമോളും ആദിലയും നൂറയും കൂടി സംസാരിക്കായിരുന്നു. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എൻ്റെ അമ്മ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എന്തിനാ എപ്പോഴും അടുക്കളയിൽ തന്നെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നൂറ പറയുന്നുണ്ട് അത് ശരിയാണ്, നീ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ അപ്പോൾ തന്നെ പറയുന്നുണ്ട് ഞാൻ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിൽ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അനുമോൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ഓരോരുത്തർ പേര് പറയുന്നുണ്ട്. ഇവരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരായിരിക്കും പിന്നെ കുക്ക് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. നൂറിനോട് കുക്ക് ചെയ്യാൻ അറിയുമെന്ന് ചോദിച്ചപ്പോൾ നൂറ ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആദിലനോട് ചോദിച്ചപ്പോൾ അതിലുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇത് മാങ്ങയിൽ ഉപ്പും മുളകും ഇടുന്ന പരിപാടിയല്ലാന്ന്. എന്നിട്ട് പറയുന്നുണ്ട് ജിസയിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടുക്കളയ്ക്ക് കയറാൻ പറ്റൂല, അവിടെ മൊത്തം അലങ്കോലമായിരിക്കും, പിന്നെ ഉപ്പെടുത്ത പാത്രത്തിൽ നിന്ന് അതേ കൈ കൊണ്ടായിരിക്കും മുളകെടുക്കുക. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അനുമോൾ പറയുന്നുണ്ട്. എന്തായാലും അനുമോൾ പറഞ്ഞു വരുന്നത് അനുമോൾ മാത്രമാണ് പെർഫെക്റ്റായിട്ട് കുക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്.